ഹെഡിൻ്റെ ടോപ്പ് ഈ ടാപ്പറ്റ് കവർ ഇതില്ല, മറ്റേ ടൈമിംഗ് ചെയിൻ കവറാണ്. ആ കവർ മറ്റുള്ളവർ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും ഈ പരിപാടിയാണ്. ഈ പരിപാടി വണ്ടിയുടെ പെട്രോള് കൊണ്ടുവന്നിട്ട് പോകാൻ നേരത്തെ പെട്രോള് കാണാത്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് പെട്രോൾ വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലീൻ ചെയ്യാനെങ്കിലേ വേറെ വെച്ച് പെട്രോൾ വെച്ചാൽ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലാണ് പറ്റിപ്പോളൂ ഈ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ നേരം. പിന്നെ നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. പെട്രോൾ നമുക്ക് പറ്റിപ്പോവും കുറച്ച് ചെയ്യുമ്പോൾ. അത് ടൈമിംഗ് ചെയ്യാൻ കവറാണ്. ഇത് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു പാക്കിങ് ഓർമ്മയൊക്കെ ഉണ്ട്, അതൊന്ന് മാറ്റിയിട്ടത്. ടാപ്പറ്റല്ല, ടൈമിംഗ് ചെയിൻ. ഇതാണ് ടൈമിംഗ് ചെയ്യുന്ന സാധനം ഇതിൻ്റെ അകത്ത്. തീർച്ചയായും ആൾക്കാർക്ക് അത്ര പിടുത്തമില്ല എന്താ കാണിക്കുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് പടി പഠിച്ചിട്ട് പോകാലോ, അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഒരു വർക്ക്ഷോപ്പിലും സമ്മതിക്കില്ല ഇങ്ങനെ അഴിക്കണമെന്ന് കാണിക്കാനേ. ഇതൊക്കെ സീക്രട്ട് ആയിട്ടല്ലേ ഈ സർവീസ് സെന്ററിലമാരും ചെയ്യണത്. പുറത്തങ്ങനെ വിളിച്ച് ആരെയും കാണിക്കണല്ലോ. ഇത് പേസ്റ്റ് ആണല്ലേ, തെർമൽ പേസ്റ്റ് ആണല്ലേ, തെർമൽ പേസ്റ്റ്. ആക്സിലേറ്റർ കേബിൾ ഡബിൾ ആണ്.
കഴിക്കാൻ പോകുന്ന ഫസ്റ്റ് സെക്ഷൻ. ഓഫാണ്. ടോട്ടൽ ബോഡി എന്ന് പറഞ്ഞ സാധനമാണ്. ടോട്ടൽ ബോഡി മേലാണ് അല്ലേ? വണ്ടി കാരണം റിവേഴ്സിന് വേണ്ടിയല്ല, കാർബേറ്റർ ഉണ്ടാവില്ല. കാർബേറ്ററിന് പകരമുള്ള സാധനമാണ് ടോട്ടൽ ബോഡി. അത് വെച്ചാണ് വറക്കുന്നത്. കാർബേറ്റർ എല്ലാ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഈ സാധനം. അതാണ് അതിന് മെയിൻ യൂണിറ്റ് അല്ലേ? ടോട്ടൽ ബോഡി. ഈ ടോട്ടൽ ബോഡിയിലോട്ടാണ് നമ്മൾ പിടിപ്പിക്കുന്നത് ആക്സിഡൻറ്റുകൾ. ജപ്പാൻ്റെ ടെക്നോളജിയാണ്. ഇത് വില എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ്. ആ സാധനത്തിന് 10,000-11,000 രൂപയൊക്കെ ഉണ്ട് ഈ സാധനത്തിന് വില. മെയിൻ യൂണിറ്റ് അല്ലേ? ആ പോയി കഴിയുമ്പോൾ വണ്ടി പുള്ളിങ് ഉണ്ടാവില്ല, സ്റ്റാർട്ടാവില്ല. അത് ഇലക്ട്രോണിക്കിലെ സാധനം നോർമലാണ്. അത് ഇലക്ട്രോണിക്കാ. ഈ വണ്ടിയിൽ ഒരു ഇലക്ട്രോണിക്സ് വെച്ച് കണ്ടാ പറയില്ലടാ ഈ വണ്ടി. ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ നോർമൽ സെറ്റപ്പ് ആയിരിക്കും. ഇത് ഫുള്ള് ഇലക്ട്രോണിക്സ് അതിനകത്ത്. സെൻസറിലാണ്. എവിടെ ഇരിക്കണം? ഇല്ലാത്ത ഉള്ളിലാ. ആ അതിൻ്റെ പുറകിൽ ആ ടാങ്ങിൻ്റെ അടിയിൽ. ഞാൻ ഇതിൻ്റെ കണ്ടില്ലേ ഇന്നത്തെ ഉണ്ടാവും. അപ്പോൾ ആ EC യൂണിറ്റിലാണെങ്കിൽ സംഭവം സ്കാൻ, ഞാൻ എന്നോട് പറഞ്ഞില്ല സ്കാൻ ചെയ്തെന്ന്. അപ്പോൾ അതിലാണ് ഈ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കണല്ലോ. ഇത് കണക്ട് ചെയ്യും. ഇതിൽ ലാപ്ടോപ്പൊക്കെ ആയിട്ട് കണക്ട് ചെയ്യും സാധനം. ഈ വയർ കണ്ടുപിടിക്കും. ഇതാണ് EC യൂണിറ്റ്. ഇതിലാണ് നമ്മൾ സ്കാൻ ചെയ്യണത്. ഇപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് സംഭവം. ഇതാണ് സ്കാൻ ചെയ്യണത്. 2013 വണ്ടിയിലും അവർ ഈ ഇലക്ട്രോണിക്സിൻ്റെ സെറ്റപ്പ് കൊണ്ടുവന്നത്. അതാണ് ഹീറോ ഹോണ്ടയുടെ സെറ്റ് ചെയ്തത്. ഫസ്റ്റ് വേൾഡിൽ ഫസ്റ്റ് 125cc ഗ്ലാമറാണ്. ഗ്ലാമർ ഇറക്കിയത്, ഹീറോ ഇറക്കിയത്. ആ ഫ്യൂൽ ഇഞ്ചക്ഷൻ അന്ന് പണ്ടിറങ്ങില്ല, ഫസ്റ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഗ്ലാമറിൽ. എങ്ങനെ സക്സസ് ആവുന്നു? നിന്നില്ല. ഈ വണ്ടി അപ്പോൾ ഡിസൈൻ ചെയ്തത് ജപ്പാനായിരിക്കും അല്ലേ? ബാക്കി ഫിറ്റിങ്സ് ഒക്കെ ഇവിടെ വന്നിട്ട് ചെയ്തു. നമ്മുടെ ഇന്ത്യൻ ആൾക്കാരുണ്ട്, രണ്ടുപേരുണ്ടാവില്ല. ഇന്ത്യയിലെ R&D ടീമുണ്ട്, അവരുടെ രണ്ടുപേരും കൂടി ഒന്നിച്ചൊക്കെ ചെയ്യുന്നു. ഹോണ്ടയായിട്ട് ഉടക്ക് വന്നപ്പോൾ തീരുമാനം ഒരു നിർത്തി. ഹോണ്ടയായിട്ട് സക്സസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതുപോലെ അടിപൊളി വണ്ടി വന്നേനല്ലേ? ഇപ്പോൾ നല്ല വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ മോഡൽ ഇറങ്ങണ ഹീറോയുടെ വണ്ടിയൊക്കെ നല്ല. അവർ എഞ്ചിനീയേഴ്സിനെ മാറ്റിയെന്നുള്ളത്. എഞ്ചിനീയേഴ്സിനൊക്കെ മാറ്റി, പഴയ ആൾക്കാരെയൊക്കെ മാറ്റി. ഇപ്പോൾ പുതിയ അഡ്വാൻസ് ആൾക്കാരൊക്കെ നമ്മുടെ ഈ ട്രാൻസ്പോർട്ട് വണ്ടിയൊക്കെ ഉണ്ടല്ലേ, കട്ടപ്പുറത്ത് ആന വണ്ടി പോലെയുള്ള എല്ലാ വണ്ടിക്കും പുതിയ വണ്ടി ഇറക്കിയാലും ആ ഡിസൈനായി, എല്ലാം ഒരേപോലെ ഒരേ ഡിസൈനായി. അത് അവർക്ക് അത് മാത്രം അറിയാൻ പാടുള്ളൂ. അവരെയൊക്കെ മാറ്റിക്കളഞ്ഞില്ലേ? ഇപ്പോഴാണ് പുതിയ പുതിയ വണ്ടികൾ വന്നത്. ഇപ്പോൾ ആളെ മാറ്റിയപ്പോൾ സെറ്റപ്പിലേക്ക് വന്നു. സെക്ഷനൊക്കെ മാറി കഴിയുമ്പോൾ തന്നെ ടാറ്റയുടെ ആരോഗ്യത്തിന് ഇറങ്ങി. ടാറ്റ വണ്ടി BMW ഇതാണ് കൊളാബറേറ്റഡ് ആയി. നല്ല അടിപൊളി വണ്ടി. അവരെയും കളയും, അങ്ങനത്തെ ടൈപ്പ് വണ്ടികൾ ഇറങ്ങണം. ഹരിയർ തന്നെ വെടിക്കെട്ട് വണ്ടി. ഹരിയർ കർവ് വണ്ടി വില കുറച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഒരുപ്പെട്ട കമ്പനികളൊക്കെ
കൂട്ടണ വക്കിലാണ്, കൂട്ടിപ്പോണ സെറ്റപ്പിലായി. നമ്മുടെ ആൾക്കാർക്ക് ഈ ജപ്പാൻ വണ്ടി വേണ്ട, ഇതിലെ കൊറിയയുടെ ചൈനയുടെ ഒക്കെ വണ്ടി മതി. ഏതെങ്കിലും വണ്ടി കാണാത്ത വണ്ടി ഇറക്കുമ്പോൾ അത് മതി. അത് ഇവിടുത്തെ ആൾക്കാരെ കുഴപ്പമാണ്. നല്ല സാധനം മെയിൻ്റെനൻസ് ഇറക്കി കൊടുക്കുമ്പോൾ അവർക്കൊക്കെ അത് വേണ്ട. ഈ കിയ, സാൻഡ്രോ, മറ്റേതൊക്കെ ഇല്ലേ ഹുണ്ടായിയൊക്കെ മതി. കിയ പ്രശ്നമൊന്നുമല്ലേ പപ്പടമൊന്നും ഇപ്പം ആർക്കും ഇടിക്കുക പപ്പടമായിക്കൂടെ, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ കാണാൻ ഭംഗി നോക്കിയിട്ട് മേടിക്കും. ഇപ്പം അതും വേണ്ട. പുറം രാജ്യങ്ങളിലൊക്കെ കിയയും ഹുണ്ടായൊക്കെ ആർക്കും വേണ്ടാത്തതാണ്. ഇവിടെയാണ് സെറ്റപ്പ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് കാണുമ്പോൾ ആൾക്കാർ ഓടിപ്പോയി എന്ത് സംഭവം ഒന്ന് തട്ടിയാൽ തീർന്നു. നമ്മളൊന്നും മേടിക്കൂല മെക്കാനിക്ക്, ഞങ്ങളൊക്കെ മെക്കാനിക്കല്ല, നമുക്കറിയാമല്ലോ ഏത് കമ്പനിയാണ് നല്ലത്. ചെയ്യുന്നവർക്കറിയാം ഏത് വണ്ടിയാ പ്രശ്നം. ഞാനൊക്കെ മേടിക്കുന്ന ഹോണ്ടയുടെ കാറാണ്, ഹോണ്ട സിറ്റി അങ്ങനത്താണ്. ഹോണ്ട സിറ്റി വണ്ടിയൊക്കെ മേടിച്ചാൽ ഇത് പുതിയ എടുത്തായിരുന്നു നമ്മുടെ അപ്പോൾ പരിപ്പെടുത്തു. ഹോണ്ടയുടെ എഞ്ചിനുള്ള ഭയങ്കര അതല്ല കിഡ്ലാവിൻ്റെ എഞ്ചിനാണ്. അത് എഞ്ചിനായി എല്ലാ എഞ്ചിനും സൂപ്പർ ബൈക്കിൻ്റെ എഞ്ചിൻ പോലെ നല്ല സൈലൻ്റായി. ബാക്കി ഏത് കമ്പനി എടുത്താലും ഒറ്റപ്പാടും പോകുന്നത്. അതിന് ഈ വണ്ടി എത്ര ലോങ് ഓടിയാലും എൻജിൻ സൗണ്ട് വ്യത്യാസം വരില്ല, കറക്റ്റ് സൈലൻ്റ് ആണ്. ടെക്നോളജി തന്നെ വ്യത്യാസമുണ്ടാകും. കൂടി വലിയ വണ്ടി എടുത്താലും ആ ഒരു ബൈക്കായാലും കണ്ടില്ലേ യൂണിക്കോണും ബാക്കിയൊക്കെ സൈലൻ്റാണ്. സ്റ്റാർട്ടാണെന്നുകൊണ്ട് അറിയാൻ പറ്റും. ബാക്കി എല്ലാ കമ്പനിയുടെയും കാണുമല്ലോ ഒറ്റപ്പാടും പോകും. മൊത്തം അലമ്പ് സൗണ്ടൊക്കെ ആയിരിക്കും ടക്കടക്കട. ഇപ്പോൾ 2 കേബിളാണ്, ഒന്ന് പുഷ് ചെയ്യാനും ഒന്ന് റിവേഴ്സ് ചെയ്യാനും. ഇവിടെ കൊണ്ട് കേബിൾ കണ്ട അകത്തോട്ട് കയറി പോകണുണ്ട. അതനുസരിച്ച് മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങണ്ട. അങ്ങനെയാണ് വണ്ടി
ഈ ആക്സിലേറ്റർ ഇങ്ങനെ എൻ്റെ ത്രോട്ടിലിങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ പെട്രോൾ കൂടുതലായിട്ട് ഇറങ്ങും. അതാണ് 15,000 വിലയുള്ള യൂണിറ്റ് അല്ലേ? അതിൻ്റെ പേരെന്നാ ഈസിയോ? ഇത് ടോട്ടൽ ബോഡി. ആക്സിലേറ്റർ കൊടുക്കുന്ന അനുസരിച്ച് കണ്ടത് ശരിയാണ്ട അതനുസരിച്ചാണ് വണ്ടി സ്റ്റാർട്ടാണത്. കണ്ടത് സ്ലോ സ്പീഡിലേക്ക് വേണ്ട. എല്ലാവരും കരുതുന്നത് ഇവിടെയാണ് എൻ്റെ എല്ലാ പരിപാടിയും എന്നാണ്. പക്ഷേ ഇവിടെ അല്ല എൻ്റെ പരിപാടികളൊക്കെ. ഇതൊരു കേബിൾ മാത്രം. ഇതങ്ങനെ സർവീസ് സെൻ്ററിൽ ആരും കാണിച്ചു തരില്ലല്ലേ? ആരും കാണിക്കില്ല. അതിൽ സീക്രട്ട് കാര്യങ്ങളാണ്, അതുകൊണ്ട് ആരും ഇങ്ങനെ പുറത്തു വിടാറില്ല.